കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ സാമ്പ്രാണിക്കൊടി. അഷ്ടമുടിക്കായലിലെ ചെറു തുരുത്തുകളാണ് ഈ സാമ്പ്രാണിക്കൊടി. ഒരുപാട് തുരുത്തുകളുണ്ട്. അവയാണ് ഈ സാമ്പ്രാണിക്കൊടി എന്ന് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. പണ്ട് ചൈനക്കാരൊക്കെ ഈ വലിയ വലിയ കപ്പലുകളൊക്കെ ഇതുവഴിയായിരുന്നു കൊണ്ടുവന്നിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അവിടുത്തെ ആൾക്കാരതിന് ചമ്പ്രാണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ഥലത്ത് സാമ്പ്രാണിക്കൊടി എന്ന പേര് വന്നു. ഒരുപാട് പേര് ഒന്നിച്ച് ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ പോവുകയാണെങ്കിൽ അവര് ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ എടുത്ത് വെച്ചാണ് പോകാറ്. ഇങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് പേരാണെങ്കിൽ സ്പീഡ് ബോട്ടുകളും ഒക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ചാർജുകൾ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും എത്രയൊക്കെ രൂപയാണെന്ന്. എല്ലാവരും കൂടെ ഒന്നിച്ച് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ പോയിച്ചു വരാം. കൊല്ലം സിറ്റിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ഈ സാമ്പ്രാണിക്കൊടി. യഥാർത്ഥത്തിൽ നമ്മൾ ബോട്ടിൽ കയറുന്ന സ്ഥലത്തൊക്കെ 3 ആള് താഴ്ചയൊക്കെ ഉണ്ട്. പിന്നെ ഈ നടുക്കായിട്ടാണ് ഇങ്ങനെ താഴ്ചയില്ലാതെ കായൽ നടത്തമെന്നാണ് പറയുന്നത്. കായലിന്റെ നടുക്ക് നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഇത് ഹൗസ് ബോട്ടിന്റെ ഉൾവശമാണ്. ഇത്രയും പേരുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ നല്ല ഡാൻസ് കളിച്ച് എല്ലാവരും നല്ല സന്തോഷത്തോടെ നല്ല ഒരു സ്ഥലമാണ് കാണാൻ. ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചു പോവുകയാണെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ് നല്ല സൗകര്യത്തോടെ പോയിച്ചു വരാൻ പറ്റും. ബോട്ട് ചുറ്റിക്കടുത്ത് 3 ആൾ താഴ്ച ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ബട്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നാഷണൽ വാട്ടർവേ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഇങ്ങനെ കായലുകളെയൊക്കെ കണക്ട് ചെയ്തിട്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ മണ്ണെടുത്തു അതിന്റെ ആഴം കൂട്ടാനായിട്ട്. ആ മണ്ണെല്ലാം കൂടി നടുക്കാണ് അവര് തട്ടിയത്. അങ്ങനെ പല പല ഭാഗത്തായിട്ട് അവിടെ കണ്ടൽക്കാടുകൾ രൂപം കൊണ്ടു. ആ കണ്ടൽക്കാടുകൾ രൂപം കൊണ്ട് ആ സ്ഥലമാണ് നമ്മളിപ്പോ ഈ കാണുന്ന ആഴം കുറഞ്ഞ സ്ഥലം. ഇവിടെ 2.5 അടി കൂടുതൽ വെള്ളം വരികയില്ലെന്നാണ് ഇവിടുത്തുകാരൊക്കെ പറയാറ്. അതുപോലെ ആണെങ്കിൽ ഇവിടെ ഭക്ഷണം ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ടു നടന്ന് വിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കുന്നവരും സാമാന്യം വില കുറഞ്ഞു തന്നെയാണ് എല്ലാം കൊടുക്കുന്നത്. കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഈ കണ്ടൽക്കാടുകൾ ഇങ്ങനെ രൂപം കൊണ്ടിട്ട് തീരെ ആഴം കുറവാണ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കുറച്ചേ ഉള്ളൂ വെള്ളം. ഇങ്ങനെ കായലിന്റെ നടുക്കൂടെ നടക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ മണ്ണ് വീണ് ചെറിയ ചെറിയ ദ്വീപുകളായിട്ടെല്ലാം ഈ കായലിന് നടുക്ക് ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഈ കണ്ടൽക്കാടുകളും ഒക്കെ ഇങ്ങനെ വളർന്നു നിന്നിട്ട് വളരെ മനോഹരമാണ് കാണാൻ. ഇതിപ്പം ഒരുപാട് പേരെ ഇങ്ങനെ ഇപ്പം പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ടേ. CTPC പല പാക്കേജുകളും ഓഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ വളരെ ചിലവ് കുറവായിരിക്കുമേ. അതുപോലെ സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിന്ന് ഒരു ബോട്ട് നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഈ ദ്വീപുകൾ എടുക്ക വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നമുക്ക് 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വന്ന അതേ ബോട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ മീൻ പിടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മീൻ പിടിക്കാനും പിന്നെ ഈ കക്ക വാരാനൊക്കെയുള്ള സൗകര്യങ്ങളും അതുപോലെ ആണെങ്കിൽ ഈ മത്സ്യബന്ധനം കാണാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് പോലും പേടിയില്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റും. വെള്ളത്തിൽ എത്ര നേരം വേണമെങ്കിലും നടക്കാൻ പറ്റും. പിന്നെ അതെങ്കിൽ ചുറ്റും ഇങ്ങനെ കായലല്ലേ, വലിയ ആഴമുള്ള കായലാണ് ഇത് കഴിഞ്ഞാൽ ഉള്ളത്. ആ ചുറ്റും ഇങ്ങനെ കായലാണ്, അത് കാണുകയും ചെയ്യാം. പിന്നെ ഒരുപാട് കണ്ടൽ വനങ്ങൾ അതും കാണാൻ പറ്റും. പിന്നെ പോകുന്ന വഴിക്കെല്ലാം കണ്ടൽക്കാടുകളുണ്ട്, അതും കാണാം. വേലിയേറ്റ സമയത്തൊക്കെ ഒരിച്ചിരി വെള്ളം കൂടുമെന്നല്ലാതെ ഒരുപാട് കൂടാറില്ലെന്നാണ് പറയുന്നത്. 2 അടി മാത്രമേ കൂടുകയുള്ളൂ ഏറ്റവും കൂടിപ്പോയാലും. നമുക്ക് പല ബോട്ട് ചെട്ടികളിൽ നിന്നും പോകാൻ പറ്റും. സാമ്പ്രാണിക്കൊടി ബോട്ട് ചെട്ടിയുണ്ട്, മനാലി ബോട്ട് ചെട്ടിയുണ്ട്, പിന്നാണെങ്കിൽ കുരീപ്പുഴ ബോട്ട് ചെട്ടിയുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും പോകാൻ പറ്റും. ഈ പല പല തുരുത്തുകളുണ്ട് ഇവിടെ. ഓരോ തുരുത്തുകൾക്കും ഓരോരോ പേരുകളുമുണ്ട്. ഇതെല്ലാം തന്നെ കുരീപ്പുഴ, പ്രാക്കുളം വില്ലേജുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2 തൊട്ട് 4 കിലോമീറ്റർ വരെ നമുക്കിങ്ങനെ വെള്ളത്തിൽ കൂടെ നടക്കാൻ പറ്റും. അത്രയും ദൂരത്തിൽ ഇങ്ങനെ ഈ കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ മാംഗ്രൂവ്സ് വളർന്നു നിൽക്കുകയാണ്. ഇതൊപ്പം തന്നെ നമ്മൾ ഈ കൊല്ലത്ത് ബീച്ചുണ്ട്. നല്ല ബീച്ചിനോടനുബന്ധിച്ച് വലിയ ഗാർഡനും പിന്നെ അക്വേറിയം ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആശ്രാമം മൈതാനത്ത് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. പിന്നെ മൺറോം തുരുത്ത് കാണാനുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ്, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഇവിടെ അടുത്തായിട്ടാണ്. മുമ്പിൽ ശാസ്താംകോട്ട കായലിലോട്ട് ഒരു 6 ദിവസം തന്നെ ടൂർ പ്ലാൻ ചെയ്യാം. പിന്നെ നീണ്ടകര ഹാർബറിലെ അതുണ്ട്. സീഫുഡ് ഫാക്ടറി വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട്, വലിയ വലിയ പ്രശസ്തമായ അമ്പലങ്ങൾ. ദ്വീപിലോട്ട് കനോപ്പി റൈഡ് അതുമുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കൊല്ലത്ത്.
കാണാൻ വളരെ നല്ലതാണ്. എല്ലാം കൂടി പ്ലാൻ ചെയ്ത് വെച്ചോണ്ട് നമ്മൾ പോകും. നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ജടായുപ്പാറയും ശാന്തിഗിരി ആശ്രമവും ഒക്കെ ഒരുപാടുണ്ട് കാണാൻ. ഏതൊക്കെയാണ് പറയേണ്ടത് എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് വെച്ച് പോവുക.